സമാധാന നൊബേലിന് തൻ്റെ അത്ര അർഹത മറ്റാർക്കുമില്ലെന്ന വാദം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിരന്തരം ആവർത്തിക്കവേ ഈ പുരസ്കാരം ആർക്ക് കിട്ടുമെന്ന ആകാംക്ഷയിലായിരുന്നു ലോകം. ഏറ്റവും ഒടുവിൽ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം പ്രഖ്യാപിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പുരസ്കാരമില്ല. വെനസ്വേലയിൽ നിന്നുള്ള മരീന കൊറീന മച്ചാഡോയ്ക്കാണ് പുരസ്കാരം. വെനസ്വേലയിലെ ജനാധിപത്യ പോരാട്ടങ്ങളുടെ മുൻനിര നേതാവാണ് മരിയ. വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ന്യൂസ് ഡെസ്കിൽ നിന്ന് അജയ് സുധാ ബിജു ചേരുന്നു. അജയ്, ലോകം ആകാംക്ഷയോടെ കാത്തിരുന്ന നിമിഷമായിരുന്നു ഇത്. കാരണം ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന് നോബൽ പുരസ്കാരം ലഭിക്കുമെന്ന വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്നു. പക്ഷേ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ ട്രംപിന് പുരസ്കാരമില്ല, പകരം മരിയ കൊറീന മച്ചാഡോയ്ക്ക് പുരസ്കാരം. ഇവരുടെ ഒരു പശ്ചാത്തലം അറിയണം. വെനസ്വേലയിലെ ജനാധിപത്യ പോരാട്ടങ്ങളുടെ മുൻനിര നേതാവാണെന്നാണ് ഏറ്റവും ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. മറ്റെന്താണ് ഇവർക്ക് ഇത് കിട്ടാനുള്ള ഈ പുരസ്കാരം, നൊബേൽ പുരസ്കാരം ലഭിക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്തായിരുന്നു? എന്താണ് വിവരങ്ങൾ? ടോം, കൃത്യം ഇന്ത്യൻ സമയം 2:30 തന്നെ ഈ പ്രഖ്യാപനമുണ്ടായി. ഇപ്പോൾ വലിയ ഒരു ഞെട്ടലൊന്നും ഇക്കാര്യത്തിലില്ലായിരുന്നു. കാര്യം ഈ 2025 ജനുവരി വരെയുള്ള കണക്കുകളും മറ്റ് കാര്യങ്ങളുമെല്ലാം അനുസരിച്ചാണ് നൊബേൽ പുരസ്കാരം പ്രഖ്യാപിക്കുക എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ നൊബേൽ പുരസ്കാര കമ്മിറ്റി വ്യക്തമാക്കുകയുണ്ടായിരുന്നു. നിരവധി ആരോപണങ്ങളെല്ലാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അവർ വ്യക്തമാക്കിയിരുന്നു. യാതൊരുവിധ സമ്മർദ്ദങ്ങൾക്കും വഴങ്ങിയാകില്ല പ്രഖ്യാപനം. ഒരു സ്വതന്ത്രമായിട്ടായിരിക്കും ഈ പ്രഖ്യാപനം വോട്ടെടുപ്പിലൂടെ 5 അംഗങ്ങൾ വോട്ടെടുപ്പിലൂടെ ആയിരിക്കും നടത്തുക എന്ന് അവർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ വളരെ പ്രതീക്ഷയോടെയായിരുന്നു ട്രംപ് ഇരുന്നത്. എന്നാൽ ട്രംപിൻ്റെ ആ ആഗ്രഹങ്ങളെല്ലാം പൊലിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. അയാൾ ചെയ്തതും ചെയ്യാത്തതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് വലിയ രീതിയിൽ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവായി ഉയർത്തിക്കാട്ടാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, ഇന്ത്യൻ പ്രതിനിധികൾ തുടർച്ചയായിട്ട് ഈ ഒരു വാദം നിഷേധിച്ചിട്ട് പോലും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം താനാണ് അവസാനിപ്പിച്ചതെന്നുള്ള വാദമെല്ലാം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ വാദങ്ങളുടെ എല്ലാം കൊമ്പൊടിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ നൊബേൽ പുരസ്കാരം അദ്ദേഹത്തിൽ നിന്ന് കൈവിട്ടു പോയിരിക്കുന്നത്. ഇപ്പോൾ വനിതയായിട്ടുള്ള മരിയ കൊറീന മച്ചാഡോയ്ക്കാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അവർ വെനസ്വേലയിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകയാണ്. അവിടെ ജനാധിപത്യം പുനഃസ്ഥാപിക്കാനായിട്ടുള്ള നിരവധി പോരാട്ടങ്ങളിലും അതുപോലെ തന്നെ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളിലും എല്ലാം പങ്കാളിയായിരുന്നു. 2011 മുതൽ 2014 വരെ വെനസ്വേലയിലെ ദേശീയ അസംബ്ലിയിൽ അംഗമായിട്ട് സേവനമനുഷ്ഠിച്ചിരുന്നു. അതുപോലെ തന്നെ നിരവധി പ്രവർത്തനങ്ങൾ 2012 അവർ ഈ വെനസ്വേലയിലെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുകയുണ്ടായിരുന്നു. അങ്ങനെ 2019 ഇത് വീണ്ടും ഈ ഒരു സ്ഥാനത്തേക്ക് വീണ്ടും മത്സരിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ നിരവധി ഒരു രാഷ്ട്രീയ രംഗത്താണെങ്കിലും നിരവധി ഒരു സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഒരു പ്രമുഖയായിട്ടുള്ള വ്യക്തിയാണ്. 2014 വെനസ്വേലൻ പ്രക്ഷോഭത്തിൽ നിക്കോളാസ് മഡുറോ സർക്കാരിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ച് അവിടെ രാജ്യത്തിൻ്റെ ജനാധിപത്യം അതിൻ്റെ ഒരു ശബ്ദമായിട്ട് മാറിയ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് മരിയ കൊറീന മച്ചാഡോ എന്ന് പറയുന്നത്. നിരവധി മനുഷ്യാവകാശ പ്രവർത്തനങ്ങളും സന്നദ്ധ സേവനങ്ങളും ഉൾപ്പെടെ അവർ നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പലതരത്തിൽ കേസുകളും അതുപോലെ തന്നെ നിയമ നടപടികളും എല്ലാം അവരുടെ പേരിൽ ഉണ്ടായിട്ടുണ്ട്. BBC തിരഞ്ഞെടുത്ത 100 സ്ത്രീകളിൽ ഒരാളായിട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് മരീന കൊറീന മച്ചാഡോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ് വാച്ചിൻ്റെ അഭിപ്രായത്തിൽ പലതവണ അവരുടെ ഒരു മെൻഷനും അത്തരം എല്ലാ കാര്യങ്ങളും അവർ ഒരു രാഷ്ട്രീയ രംഗത്താണെങ്കിലും ഹ്യൂമൻ റൈറ്റ്സ് പ്രവർത്തനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും മുന്നിൽ നിൽക്കുന്ന ഒരു വനിതകളുടെ ഒരു പ്രതിനിധി എന്ന് പറയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് അവർ എന്ന് പറയുന്നത്. മൊത്തം നൊബേൽ കമ്മിറ്റിയുടെ ഒരു വാക്കുകൾ അനുസരിച്ച് മൊത്തം 338 നാമനിർദ്ദേശങ്ങളാണ് ഇത്തവണ വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ വ്യക്തികളും സംഘടനകളും എല്ലാം ഉൾപ്പെടുന്നു. 244 വ്യക്തികളും അതുപോലെ 94 സംഘടനകളുടെ നോമിനേഷൻ ഇത്തവണ ലഭിച്ചിരുന്നു. ഇവയിൽ നിന്നെല്ലാം തെരഞ്ഞെടുത്തുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു വിജയിയെ പ്രഖ്യാപിച്ചിരുന്നത്. ട്രംപിൻ്റെ പേര് ഈ തീവ്ര വലതുപക്ഷ അനുകൂലികളും അതുപോലെ തന്നെ ട്രംപിൻ്റെ അനുയായികളും എല്ലാവരും ആവർത്തിച്ച് പറഞ്ഞിരുന്നു. ഇപ്പോൾ തൊട്ടടുത്ത് വരെ ഒരു റീട്വീറ്റ്, ഒരു പരമ്പര റീട്വീറ്റ് ക്യാമ്പയിനായിട്ട് 2018 മുതൽ
ഡൊണാൾഡ് ട്രംപ് തനിക്ക് നൊബേൽ പുരസ്കാരത്തിന് അർഹതയുണ്ട് എന്ന അവകാശവാദം പലപ്പോഴും ഉന്നയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇത്തവണ പ്രസിഡന്റായ ശേഷം ട്രംപ് പലതവണ ഇത് ആവർത്തിച്ചു. അതായത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി പ്രശ്നം പരിഹരിക്കാൻ തൻ്റെ ഇടപെടലുണ്ടായി, ഇസ്രായേൽ ഇറാൻ തർക്കം പരിഹരിക്കാനുള്ള ഇടപെടൽ, ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധമായി ബന്ധപ്പെട്ടൊക്കെ താൻ കൃത്യമായി ഇടപെടൽ നടത്തി. മാത്രമല്ല മറ്റ് പല രാജ്യങ്ങളെ കൊണ്ടും ട്രംപ് അദ്ദേഹത്തിൻ്റെ പേര് ശുപാർശ ചെയ്യിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. പക്ഷേ എന്തുകൊണ്ടാണ് ട്രംപിന് സമാധാനത്തിനുള്ള നൊബേൽ നിഷേധിക്കപ്പെടാനുള്ള കാരണം എന്തായിരിക്കാം? ടോം, ഇതിന് വ്യക്തമായിട്ടുള്ള ക്രൈറ്റീരിയ നൊബേൽ കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട് ഇതിനു മുൻപേ തന്നെ. ലോക സമാധാനത്തിനായിട്ടുള്ള നിരന്തര പ്രവർത്തനങ്ങൾ എന്നാണ് ഈ നൊബേൽ പീസ് പ്രൈസിന് വേണ്ടിയിട്ട് അവർ നിശ്ചയിക്കുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലോക സമാധാനത്തിനും സാഹോദര്യത്തിനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് പല സന്നദ്ധ സംഘടനകൾ വഴിയാണെങ്കിലും അല്ലാതെ ഒറ്റയ്ക്കാണെങ്കിലുമുള്ള ഒരു പ്രവർത്തനങ്ങൾ അതെല്ലാം ഇതിൽ വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ ഈ ദീർഘനാളായിട്ടുള്ള പ്രവർത്തനം ഇത് തന്നെയാണ് ട്രംപിന് പ്രധാനമായിട്ടും ഒരു തിരിച്ചടിയായത്. ട്രംപ് അധികാരത്തിൽ കയറി അദ്ദേഹത്തെ അനുകൂലിക്കുന്ന മാധ്യമങ്ങൾ വഴിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വഴിയും പിന്നെ ഈ വൈറ്റ് ഹൗസിൽ മാധ്യമങ്ങൾക്ക് നടത്തുന്ന ബ്രീഫിങ്ങുകളിലൂടെ സ്വയം പുകഴ്ത്തിയുമൊക്കെയാണ് അദ്ദേഹം താൻ ഒരു സമാധാനത്തിൻ്റെ പ്രതിനിധിയാണെന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിച്ചത്. അതുപോലെ തന്നെ ഈ ചെയ്തതും ചെയ്യാത്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും തൻ്റെ പേര് വലിച്ചിടുക, നിരന്തരം ഇത്തരം കാര്യങ്ങളെല്ലാം നിഷേധിച്ചിട്ട് പോലും ഈ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അത് താനാണ് നിർത്തിച്ചതെന്നുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക, ഇതെല്ലാം അദ്ദേഹം നടത്തുകയുണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊടിയിട്ട് തന്നെ ഒരു സമാധാനത്തിൻ്റെ ഫിഗറായി ഉയർത്തി കാണിക്കാനുള്ള വെറും ഗിമ്മിക്സ് മാത്രമായിരുന്നു. ഇത് തീർച്ചയായിട്ടും നൊബേൽ കമ്മിറ്റി തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനു മുൻപ് തന്നെ അദ്ദേഹം പ്രധാനമായിട്ടും ഇന്നലെ വൈറ്റ് ഹൗസിൽ നടത്തിയ മാധ്യമങ്ങളുടെ ബ്രീഫിങ്ങിൽ തന്നെ അദ്ദേഹം വളരെ ഒരു പ്രകോപനപരമായിട്ടുള്ള പരാമർശമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത്തരം ഒരു പരാമർശം നടത്തിയിരുന്നു. അതായത് തനിക്ക് ഈ നൊബേൽ സമ്മാനം നൽകിയില്ലെങ്കിൽ അത് അമേരിക്കയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഇതിനു മുൻപ് സമ്മാനം നൽകിയിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ അദ്ദേഹം അമേരിക്കയ്ക്ക് വേണ്ടി യാതൊന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്യാതെയാണ് അദ്ദേഹത്തിന് ഈ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നൽകിയത്. അമേരിക്ക കണ്ടിട്ടുള്ള ഏറ്റവും മോശം പ്രസിഡന്റുമാരിൽ ഒരാളാണ് ഒബാമ എന്നും അദ്ദേഹം പറയുകയുണ്ടായിരുന്നു. ഇത്തരത്തിൽ നിരന്തരമായിട്ട് ഒരു തന്നെ സ്വയം ഒരു പുകഴ്ത്തി തന്നെ ഉയർത്തിക്കാട്ടാനുള്ള ശ്രമങ്ങളെല്ലാം അദ്ദേഹം നിരന്തരം നടത്തിക്കൊണ്ടിരുന്നു. എന്നാൽ ഇതെല്ലാം ആ ഒരു കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് ഇത്തവണത്തെ പുരസ്കാര പ്രഖ്യാപനം. ഇത്തവണത്തെ സമാധാനത്തിലുള്ള നൊബേൽ പുരസ്കാരത്തിൻ്റെ ഒരു പരിഗണനയിലുണ്ടായിരുന്ന പ്രമുഖ വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ഇമ്രാൻഖാൻ ഈ പട്ടികയിലുണ്ടായിരുന്നു, പാകിസ്ഥാൻ്റെ മുൻ പ്രധാനമന്ത്രി. അതുപോലെ തന്നെ വ്ളാഡിമിർ സെലൻസ്കി പട്ടികയിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ അന്തരിച്ച മുൻ മാർപ്പാപ്പയായിട്ടുള്ള പോപ്പ് ഫ്രാൻസിസ് അദ്ദേഹം ഈ പട്ടികയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഈ ഒരു സാധ്യതാ പട്ടികയിലൊക്കെ ഉണ്ടായിരുന്നത് അത് തീർച്ചയായിട്ടും ഒരു നിർണായക ഘടകം തന്നെയായിരുന്നു. കാര്യം മരണാനന്തരം ഒരാൾക്ക് പീസ് പ്രൈസ് ലഭിക്കുന്നത് ഈ ഒരു സന്ദർഭത്തിൽ ഇത് ആദ്യമാകുമായിരുന്നു. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരാണ് ഈ വിജയിയായിട്ട് പ്രഖ്യാപിച്ചിരുന്നതെങ്കിൽ. അപ്പോൾ ഇത്തരം പല പ്രമുഖരും മത്സരിക്കാനായിട്ട് ഒപ്പം ഉണ്ടായിരുന്നു. മാത്രമല്ല ട്രംപിൻ്റെ പ്രധാന എതിരാളികളിൽ ഒരാളായിട്ടുള്ള ഇലോൺ മസ്ക് വരെ ഈ പീസ് പ്രൈസിനുള്ള സാധ്യതാ പട്ടികയിലുണ്ടായിരുന്നു. പല സംഘടനകളും ഈ യുക്രൈൻ ഗാസ യുദ്ധം യുക്രൈൻ അതുപോലെ തന്നെ ഗാസ ഇവിടെയൊക്കെ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയിരുന്ന പല പ്രമുഖ സംഘടനകൾ ഇവരെല്ലാവരും ഈ ലിസ്റ്റിലുണ്ടായിരുന്നു. എന്നാൽ എല്ലാവരെയും കവച്ചു വെച്ചുകൊണ്ട് ഇപ്പോൾ പ്രധാനമായിട്ടും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഒരു വനിത ഈ ഒരു പുരസ്കാരത്തിന് അർഹയാകുന്നത്. മരിയ കൊറിന മെച്ചാഡോ ഈ പുരസ്കാരത്തിൻ്റെ നെറുകയിലേക്ക് എത്തുന്നത്. യെസ്, വ്യക്തമാണ്. അജയ് സുധ ബിജു ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പല ഘടകങ്ങളുണ്ട് ട്രംപിന് സമാധാനത്തിനുള്ള നൊബേൽ നിഷേധിക്കപ്പെടാൻ. അന്താരാഷ്ട്ര ഏജൻസികളെ കുറിച്ച് അപമാനിക്കൽ, അവരെ മാനിക്കാതിരിക്കൽ, ഡെൻമാർക്കിൽ നിന്നും ഗ്രീൻലാൻഡിനെ ഏറ്റെടുക്കാനുള്ള ശ്രമം, അമേരിക്കയിലെ ജനാധിപത്യ അവകാശങ്ങളുടെ ലംഘനം, ഇത്തരം പല കാരണങ്ങളും ട്രംപിന് നൊബേൽ പുരസ്കാരം നിഷേധിക്കാനുള്ള കാരണമായി കരുതപ്പെടുന്നു.